ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഡോർ മാറ്റാണ് ചെയ്യുന്നത്. ഇത് സാരി ഉപയോഗിച്ചാണ് ഞാൻ ചെയ്യുന്നത്. ഈ ഡിസൈനാണ് ഇന്ന് ചെയ്യുന്നത്. ഇത് സ്ട്രെച്ചബിൾ സാരിയാണിത്. ഇത് ഞാനൊരു സാരി ഹാഫ് ആയിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇത് ലെയറായിട്ട് മടക്കി ഇപ്പോൾ 3.5 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുകയാണ്. അപ്പം നമുക്ക് ഈസി ആയിരിക്കും. ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതിയാകും. ഇത് 3.5 ഇഞ്ചസാണ്. ഇപ്പം 2 കളർ ഉപയോഗിച്ചാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പം നെക്സ്റ്റ് അതും 3.5 ഇഞ്ചസ് തന്നെയാണ്. ഇപ്പോൾ 3.5 ഇഞ്ചിൻ്റെ 2 കളറ് ഫാബ്രിക്കാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സെൻറ്ററിൽ നമുക്ക് സപ്പോർട്ടായിട്ട് അതിനും വേണം ഒരു പീസ് തുണി. ഇപ്പോൾ ഇത് ഷോളിൻ്റെയാണ്, ഞാൻ പഴയ ഷോളിൻ്റെയാണ് എടുക്കുന്നത്. സെൻറ്ററിലായിട്ട് നമ്മളിത് സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നില്ല, സെൻറ്റർ പീസായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് 5 ഇഞ്ചസാണ്. ഇപ്പോൾ 5 ഇഞ്ചിൻ്റെ ഒരു പീസും 3.5 ഇഞ്ചിൻ്റെ 2 കളറുമാണ് വേണ്ടുന്നത് നമ്മൾക്ക്. ഇപ്പോൾ ഇത് ഫോൾഡ് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് മടക്കി ശേഷം 3 കൂടി സ്റ്റിച്ച് ചെയ്യണം. 3 കൂടി സ്റ്റിച്ച് ചെയ്ത് വെക്കുക. അപ്പോൾ ഏത് കളർ ഉപയോഗിച്ചാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ കളറിൻ്റെ അറ്റത്ത് സേഫ്റ്റി പിന്ന് കുത്തി വെച്ചതിന് ശേഷം വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ഇതിൽ 2 കളർ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ 2 കളറിൽ നമ്മൾക്ക് സേഫ്റ്റി പിന്ന് കുത്തി വയ്ക്കാം. ഇപ്പോൾ ഞാൻ ഈ ഗ്രീൻ കളർ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾക്ക് ബാക്കി 2 പീസിനെ സെൻറ്ററായിട്ട് വച്ചതിന് ശേഷം നമ്മൾക്ക് ഓരോ സ്റ്റിച്ചും ചെയ്തെടുക്കാം. ഇത് സ്ട്രെച്ചബിൾ സാരിയാണ്, നമ്മൾക്ക് എല്ലാ സാരിയിലും ചെയ്തെടുക്കാവുന്നതാണ്. നൈറ്റിയിൽ, ലെഗിൻസിലൊക്കെ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ സ്ട്രെച്ചബിൾ സാരി ആകുമ്പോൾ ഇതിൻ്റെ നൂല് ഇളകി വരുന്നില്ല. ഇപ്പോൾ സെൻറ്ററിൽ വെച്ചിരിക്കുന്ന ആ പീസിന് പകരം ഷോളിൻ്റെ പീസാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതിന് പകരം നിങ്ങൾക്ക് സെൻറ്ററിൽ ഇതേ സെയിം ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്യാം, ഗ്രീനോ യെല്ലോയോ, അങ്ങനെ നമ്മൾ എടുക്കുന്ന ഏതെങ്കിലും കളർ. ഇപ്പോൾ 2 കളർ ഉപയോഗിച്ച് നമ്മൾക്ക് ചെയ്താലും നീറ്റായിരിക്കും. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അത് തീരുമ്പോൾ ഞാൻ നെക്സ്റ്റ് പീസ് 2ആയിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം നമ്മൾക്ക് ആ തയ്ച്ച ഭാഗം ഉള്ളിലാക്കി നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ 32 സ്റ്റിച്ചസാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. 32 സ്റ്റിച്ചാണ് ഞാനിതിൽ ചെയ്തിരിക്കുന്നത്. നമ്മൾക്ക് എത്ര അളവ് വേണോ അതനുസരിച്ച് നമ്മൾക്കിതിൽ നമ്മൾക്ക് ഫസ്റ്റ് ലൈൻ ചെയ്യണം. ഇപ്പോൾ 32 ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 32 ആവശ്യത്തിന് നമ്മൾക്ക് നീളവും വീതിയും കിട്ടുന്നുണ്ട് ചെയ്ത് കഴിയുമ്പോൾ. ഇപ്പോൾ നെക്സ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ ചെയ്യുമ്പോൾ നമ്മളതിനെ ടേൺ ചെയ്യുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ അടിവശമാണ് വരുന്നത്. ഇപ്പോൾ 2 സൈഡും ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ചെയ്തു വരുമ്പോൾ 2 ബാക്കും ഫ്രണ്ടും 2 ഒരേപോലെ തന്നെ ഇരിക്കും.
ഇപ്പോൾ സെക്കൻഡ് ലൈൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ 2 സ്റ്റിച്ചിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ ചെയ്യേണ്ടുന്നത്. സെക്കൻഡ് ലൈന് 2 സ്റ്റിച്ചസ് വീതമാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ 2 സ്റ്റിച്ചസ് ചെയ്തു. 2 സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്കിപ്പ് ചെയ്യുക. ശേഷം തേർഡ് സ്റ്റിച്ചിലാണ് വീണ്ടും 2 സ്റ്റിച്ച് ചെയ്യേണ്ടുന്നത്. ഫസ്റ്റ് നമ്മൾ 2 സ്റ്റിച്ച് ചെയ്തു. സെക്കൻഡ് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തതിന് ശേഷം മൂന്നാമത്തെ സ്റ്റിച്ചിൽ വീണ്ടും 2 എണ്ണമാണ് ചെയ്യേണ്ടുന്നത്. ശേഷം ഫോർത്ത് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യുക. ഫിഫ്ത്ത് സ്റ്റിച്ചിൽ 2 സ്റ്റിച്ചസാണ് ചെയ്യുന്നത്. ഒന്നിട വിട്ട് ഓരോ സ്റ്റിച്ചിലും നമ്മൾ 2 എണ്ണം വീതമാണ് ചെയ്തെടുക്കുന്നത്. സെക്കൻഡ് ലൈൻ ഫുൾ അങ്ങനെയാണ്. ഒന്ന് വിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിൽ 2 എണ്ണം വീതം ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. ഇപ്പോൾ സെക്കൻഡ് ലൈൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ശേഷം അതിനെ ടേൺ ചെയ്തിട്ട് നെക്സ്റ്റ് നമ്മൾ തേർഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്താൽ മതിയാകും. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഒരെണ്ണം ചെയ്താൽ മതിയാകും. ഇപ്പോൾ നെക്സ്റ്റ് നമ്മൾ 2 വീതം ചെയ്തതിൻ്റെ ഉള്ളിൽ വീണ്ടും നമ്മൾ 2 സ്റ്റിച്ച് വീതം ചെയ്താണ് ഇത് കംപ്ലീറ്റ് ആവുന്നത് വരെ ഇതേ മെത്തേഡാണ് കണ്ടിന്യൂ ചെയ്യേണ്ടുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രം നമ്മൾ 1 സ്റ്റിച്ച് ചെയ്താൽ മതിയാകും. അതേപോലെ ഓരോ ലൈനും എൻഡ് ആവുമ്പോഴും 1 സ്റ്റിച്ച്, സെൻറ്ററിലെല്ലാം നമ്മൾക്ക് 2 സ്റ്റിച്ച് വീതമാണ് ചെയ്യേണ്ടുന്നത്. അവിടെ നമ്മൾക്ക് 2 സ്റ്റിച്ച്, നെക്സ്റ്റ് 2 സ്റ്റിച്ച്. അപ്പോൾ ഓരോന്നിലും നമ്മൾ 2 വീതം ഇതേപോലെ തന്നെ ചെയ്തു പോയാൽ മതിയാവും. അപ്പോൾ നമ്മൾക്ക് ആ കളർ എടുത്ത് കാണാതിരിക്കാൻ വേണ്ടി നമ്മൾക്കതൊന്ന്, ഇപ്പോൾ നമ്മൾ 3½ ഇഞ്ചസിലാണ് നമ്മൾ ഒരു സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന പീസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്കതൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ സെക്കൻഡ് ലൈന് നമ്മൾക്ക് കംപ്ലീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ സെൻറ്ററിലെല്ലാം നമ്മൾ ഓരോ സ്റ്റിച്ചിൽ 2 വീതം ചെയ്ത് സ്റ്റാർട്ടിങ്ങിലും എൻഡ് ആവുമ്പോഴും മാത്രം 1 ആണ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾക്കിനിയും ആ 2 സ്റ്റിച്ച് ചെയ്തതിൻ്റെ ആ വളച്ച് കൊണ്ടുവരുന്ന ഒരു സ്റ്റിച്ചുണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾക്ക് ഒരു സ്റ്റിച്ച് കൂടി ചെയ്യണം. ഇപ്പോൾ ഒരു സ്റ്റിച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളതിനെ ടേൺ ചെയ്യുമ്പോൾ അതിൻ്റെ അടിവശമാണ് നമ്മൾക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ടുന്നത്. ഒരു കളർ ഉപയോഗിച്ച് 4 ലൈൻ വീതമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വീണ്ടും നമുക്ക് ആ ഗ്രീൻ കളർ തന്നെയാണ് ഇനി നമ്മൾക്ക് ആ ഫസ്റ്റ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ 1 ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ 1 സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ 2 എണ്ണമാണ് ചെയ്യേണ്ടുന്നത്. നെക്സ്റ്റ് ഓരോ സ്റ്റിച്ചസിലും 2 വീതം ചെയ്തു പോകണം. ഓരോന്നിലും 2 സ്റ്റിച്ച് വീതം ചെയ്ത് നമ്മൾ ഫോർത്ത് ലൈന് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അവിടം വരെ ഞാൻ ചെയ്തതിന് ശേഷം കാണിക്കാം. അപ്പോൾ നമുക്കിനി ഫോർത്ത് ലൈന് കംപ്ലീറ്റ് ആവുകയാണ്. നമ്മൾക്ക് ലാസ്റ്റ് ഒരു സ്റ്റിച്ചും കൂടി അവിടെ ഫിനിഷ് ആവുമ്പോൾ നമ്മൾ ഓരോ ലൈന് ഫിനിഷ് ആവുമ്പോഴും നമ്മൾ ഇതേ രീതി തന്നെ 1 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ
അപ്പോൾ നമ്മൾക്ക് നെക്സ്റ്റ് കളറ് ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾക്ക് യെല്ലോ കളർ ഉപയോഗിച്ചാണ് നെക്സ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി രണ്ട് കളറിനെയും സെൻറ്ററിലാക്കിയതിന് ശേഷം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ 1 ചെയ്താൽ മതിയാകും. ഒരു സ്റ്റിച്ച് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് 2 സ്റ്റിച്ച് വീതമാണ് ചെയ്യേണ്ടുന്നത്. സ്റ്റാർട്ടിങ്ങിൽ എപ്പോഴും 1 സ്റ്റിച്ച് മതിയാകും. സ്റ്റാർട്ടിങ്ങിലും ഓരോ ലൈൻ എൻഡ് ആകുമ്പോഴും നമ്മൾക്ക് 1 സ്റ്റിച്ച് വീതം, മിഡിൽ ഭാഗത്തെല്ലാം നമ്മൾക്ക് സെൻറ്റർ ഭാഗത്ത് എല്ലാം നമ്മൾക്ക് 2 സ്റ്റിച്ച് വീതമാണ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ആ ലൈനും കൂടെ കംപ്ലീറ്റ് ചെയ്യണം. ഇല്ല, ഇപ്പോൾ നമ്മൾക്ക് യെല്ലോയുടെ ഫസ്റ്റ് ലൈനാണിത്. അപ്പോൾ നമ്മളത് ഫിനിഷ് ആകുമ്പോൾ നമ്മൾക്ക് താഴത്തെ ആ സ്റ്റിച്ചിൽ നിന്നും അതിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾക്ക് ഓരോ സ്റ്റിച്ച് ചെയ്യണം. ലെഫ്റ്റ് റൈറ്റും അങ്ങനെ തന്നെയാണ്. സ്റ്റാർട്ടിങ് ആകുമ്പോഴും എൻഡിലും നമ്മൾക്ക് അരികു വശത്ത് 1 സ്റ്റിച്ച് വീതം ചെയ്യണം. ശേഷം അതിനെ ടേൺ ചെയ്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് ലൈന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സെൻറ്ററിലെ ആ 2 പീസ് ചേർത്ത് വെച്ചതിന് ശേഷം സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ഒരെണ്ണം ചെയ്താൽ മതിയാകും. നെക്സ്റ്റ് 2 വീതം ചെയ്യണം. ഇപ്പോൾ സെക്കൻഡ് ലൈൻ മുതൽ തേർഡ് ലൈൻ മുതൽ നമ്മൾ ഒരേ രീതിയിലാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ലൈൻ നമ്മൾ 32 സ്റ്റിച്ചസ് ചെയ്തതിന് ശേഷമാണ് സെക്കൻഡ് ലൈൻ നമ്മൾ എല്ലാ സ്റ്റിച്ചസിലും 2 സ്റ്റിച്ച് വീതമാണ് ചെയ്തത്. സെക്കൻഡ് ലൈന് തേർഡ് ലൈൻ മുതൽ നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ 1 സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റിച്ചിലാണ് നമ്മൾ 2 സ്റ്റിച്ച് വീതം ചെയ്യുന്നത്. അതുപോലെ ആ ലൈൻ തേർഡ് ലൈൻ എൻഡ് ആകുമ്പോഴും നമ്മൾക്ക് 1 സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിനെ ടേൺ ചെയ്ത് വീണ്ടും 1 സ്റ്റിച്ചാണ് സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ 1 ചെയ്ത് കഴിഞ്ഞു. 1 സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് 2. ശേഷം സെൻറ്റർ പീസ് നമ്മൾക്ക് ജോയിൻ ചെയ്യുന്നത് 5 ഇഞ്ചസ് തന്നെ കട്ട് ചെയ്തതിന് ശേഷം ആ ഫുൾ വീതിയിൽ തന്നെയാണ് വെഡ്ത്ത് വൈസാണ് ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷം ഫോൾഡ് ചെയ്ത് വയ്ക്കുകയാണ്. ഇപ്പോൾ സെക്കൻഡ് ലൈൻ നമുക്ക് ഫിനിഷ് ചെയ്യുകയാണ് നമ്മൾ. അപ്പോൾ താഴത്തെ ലൈനിൽ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി 1 സ്റ്റിച്ചും കൂടി ചെയ്യുക. ഇപ്പോൾ ഓരോ കളർ ഉപയോഗിച്ച് 4 ലൈൻ വീതമാണ് ചെയ്യേണ്ടുന്നത്. ഇനി നമ്മൾക്ക് തേർഡ് ലൈനാണ്, യെല്ലോയുടെ തേർഡ് ലൈനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾക്ക് 1 സ്റ്റിച്ച് ചെയ്താൽ മതിയാകും. സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും മാത്രം 1 സ്റ്റിച്ച് വീതം, മിഡിൽ പാർട്ടിലെല്ലാം നമ്മൾക്ക് 2 സ്റ്റിച്ച് വീതം. ഇത് ചെയ്തെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഫ്രീ ടൈം നോക്കി നമുക്ക് ചെയ്താൽ മതിയാകും. പഴയ സാരി ഉപയോഗിച്ച് പഴയ സാരി, ഷോള്, ലെഗിൻസ്, നൈറ്റി ഇതിലെല്ലാം ചെയ്തെടുക്കാം.
അപ്പോൾ യെല്ലോയുടെയും നമ്മൾ 4th ലൈൻ വരെ ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് കളർ ചേഞ്ച് ചെയ്യുകയാണ്. വീണ്ടും നമുക്ക് പഴയതുപോലെ തന്നെ ആ സെൻറ്ററിലെ 2 പീസിനെയും ഒതുക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾക്കിതിൽ 3 കളറായി കാണും ഈ മാറ്റിൽ. ഇപ്പോൾ 2 കളറ് ഉപയോഗിച്ചാണെങ്കിൽ നല്ലതായിരിക്കും. സെൻറ്ററിലെ പീസിന് നമ്മൾക്ക് ഇതിലേതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നമ്മൾക്ക് സെൻറ്റർ പീസ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ കളർ തന്നെ ഉപയോഗിച്ച് കവർ ചെയ്ത് വെക്കണം. സെൻറ്റർ പീസിനെ ഈ കളർ കൊണ്ട് പൊതിഞ്ഞ് വെച്ചാൽ മതി. ഉള്ളിലാക്കിയിട്ട് ഓരോ പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്താലും മതിയാകും. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു സ്റ്റിച്ച് ചെയ്തു. നെക്സ്റ്റ് 2 2 2 അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ആ കളറ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു വെക്കാം. ഇപ്പോൾ ബ്ലൂവിൻ്റെ തന്നെ 4 പാർട്ടായിട്ടാണ്, ബ്ലൂവിൻ്റെ 4 പാർട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. യെല്ലോ 3 പാർട്ടാണ്. ഇതിപ്പോൾ ഞാൻ ആവശ്യത്തിന് നീളവും വീതിയും ഉണ്ട് ഈ മാറ്റിന്. അപ്പോൾ ഞാനത് ഫിനിഷ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു ലൈനും കൂടി ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ ഫിനിഷ് ചെയ്യുകയായതുകൊണ്ട് സ്റ്റാർട്ടിങ്ങും എൻഡും ഒന്നുകൂടി കാണിക്കാമെന്ന് കരുതിയാണ്. അപ്പോൾ നമ്മൾക്കവിടെ ഒരു സ്റ്റിച്ചും കൂടി ചെയ്തതിന് ശേഷം നമുക്ക് ലെഫ്റ്റും റൈറ്റും അരികുവശം നമ്മൾക്ക് 1 സ്റ്റിച്ച് വീതമാണ് ചെയ്തിരിക്കുന്നത്. ശേഷം അതിനെ നമ്മൾ ടേൺ ചെയ്തതിന് ശേഷം വീണ്ടും സ്റ്റാർട്ടിങ്ങിൽ ഇത് 4th ലൈനാണ്, 4ാമത്തെ ലൈനിലാണ് ഇത് ഫിനിഷ് ചെയ്യുകയാണ്. അപ്പം ഒരു ലൈനും കൂടി ചെയ്യണം. അപ്പോൾ നമുക്ക് ആ കളർ എടുത്ത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി സ്റ്റാർട്ടിങ് മുതൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾക്ക് ഒരു മാറ്റിൽ നമുക്ക് ഈ 2 കളർ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ ഇതാകുമ്പോൾ 3 കളർ കാണുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇതുപോലെ കവർ ചെയ്ത് കൊടുത്ത് സ്റ്റാർട്ടിങ് മുതൽ സ്റ്റിച്ച് ചെയ്താൽ മതിയാകും. ഇല്ലെങ്കിൽ 2 കളർ മാത്രം ഉപയോഗിച്ച് ചെയ്യുക. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ വീണ്ടും ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് 2 ചെയ്യുന്നത്. ഓരോ സ്റ്റിച്ചസിലും 2 സ്റ്റിച്ച് വീതം ചെയ്യണം. അപ്പോൾ അങ്ങനെ കളർ എടുത്ത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇതുപോലെ അതിൻ്റെ ഉള്ളിലാക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ലൈനും കൂടി അത്ര ഇടം വരെ ചെയ്തതിന് ശേഷം കാണിക്കാം. ഇനി നമ്മൾക്ക് ആ ലൈന് അവിടെ നമ്മൾക്ക് 2 സ്റ്റിച്ചസ് ചെയ്യാനുണ്ട്. 2 സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വീണ്ടും നെക്സ്റ്റ് ഒരു സ്റ്റിച്ചും കൂടെ ചെയ്തതിന് ശേഷമാണ് നമ്മളിത് ഫിനിഷ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിന് ആവശ്യത്തിന് വീതിയും നീളവും ഒക്കെ ആയിട്ടുണ്ട്. ഈ മാറ്റിന് ഇത്ര അളവ് മതിയാകും. ഞാൻ 32 സ്റ്റിച്ചസാണ് ചെയ്തിരിക്കുന്നത്. ഓരോ കളർ ഉപയോഗിച്ച് 4 ലൈൻ വീതമാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഗ്രീനിൻ്റെ 4 പാർട്ടാണ്, യെല്ലോ 3 പാർട്ടാണ്.
ഇപ്പോൾ നമ്മൾക്ക് സെൻറ്ററിലെല്ലാം 16 സ്റ്റിച്ചസിലാണ് നമ്മൾ 16 എണ്ണത്തിലാണ് നമ്മൾ 2 വീതം ചെയ്തിട്ടുള്ളത്. സ്റ്റാർട്ടിങ്ങും എൻഡും ഓരോ ലൈനും 1 വീതം ചെയ്താൽ മതിയാകും. ലാസ്റ്റ് നമുക്ക് താഴത്തെ ലൈനിൻ്റെ സ്റ്റിച്ചിൽ കൂടി വീണ്ടും ഒരെണ്ണം കൂടി ചെയ്യണം. അപ്പോൾ നമ്മൾക്കത് ഫിനിഷായി കഴിഞ്ഞു. ഇനി നമ്മൾക്കത് ഒന്നുകിൽ കെട്ടിട്ടിട്ട് ബാക്കിൽ കൊണ്ടുപോയി സ്റ്റിച്ച് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം വലിപ്പമുള്ളൊരു മാറ്റ് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ആ സെൻറ്റർ പീസായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അത് ചരിച്ച് കട്ട് ചെയ്യണം. അതിന് ശേഷം 3 പീസും കൂടി നമ്മൾക്ക് കുറച്ച് വിട്ടിട്ട് കട്ട് ചെയ്യണം. കുറച്ച് വിട്ടിട്ട് കട്ട് ചെയ്തതിന് ശേഷം 3 കൂടി സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഗ്രീൻ കളറിലാണിത് ബാക്ക് സൈഡിൽ കൊണ്ടുപോയി സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത്. അപ്പം സെൻറ്ററിൽ ആ കളറ് ബ്ലൂ കളർ കൊണ്ട് പൊതിഞ്ഞ് ബാക്കിൽ കൊണ്ടുപോയി സ്റ്റിച്ച് ചെയ്താൽ വെച്ചാൽ മതിയാകും. അപ്പോൾ അതാത് കളറിൽ തയ്ച്ച് വെക്കാം. അപ്പോൾ ഇവിടെ ബാക്കിൽ അവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മൾക്കിത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അത് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം കാണാതിരിക്കാൻ അത് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതിയാകും. അതുപോലെ ഈ കളറ് നമ്മൾക്ക് കാണാതിരിക്കാൻ നമ്മൾക്ക് 2 കളർ ഉപയോഗിച്ച് ചെയ്യാം. ഇല്ലെങ്കിൽ അതിനെ സെൻറ്ററിലാക്കി സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ അവിടെ ഞാൻ 32 സ്റ്റിച്ചസാണ് ചെയ്തത്. ശേഷം അതിനെ തിരിച്ച് അതിൻ്റെ ബാക്ക് സൈഡിലാണ് വീണ്ടും ഇത് സെക്കൻഡ് ലൈൻ. എല്ലാ സ്റ്റിച്ചസിലും നമ്മൾ 2 വീതമാണ് ചെയ്തത്. ഒന്ന് സ്കിപ്പ് ചെയ്തിട്ടാണ് സെക്കൻഡ് ലൈൻ ചെയ്തു തുടങ്ങുന്നത്. ഒന്നിടവിട്ടുള്ള ഒരു സ്റ്റിച്ചിൽ 2 ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്കിപ്പ്, നെക്സ്റ്റ് 2 സ്റ്റിച്ച്, നെക്സ്റ്റ് സ്കിപ്പ്, അങ്ങനെയാണ് സെക്കൻഡ് ലൈൻ കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ തേർഡ് ലൈൻ ടേൺ ചെയ്യുമ്പോൾ നമ്മൾക്ക് അപ്പുറത്തെ സൈഡാകും. വീണ്ടും തേർഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 വീതമാണ്. 1 ആണ് സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. ഓരോ ലൈനും സ്റ്റാർട്ട് ചെയ്യുമ്പോഴും എൻഡാകുമ്പോഴും 1 വീതം, മിഡിൽ പാർട്ടിലെല്ലാം 2 വീതം. അപ്പോൾ ഓരോ കളറിൻ്റെയും 4 ലൈൻ വീതമാണ് ചെയ്തിരിക്കുന്നത്. അതാ ലെഫ്റ്റ് സൈഡ് സ്റ്റാർട്ടിങ്ങിൽ 1, അതുപോലെ റൈറ്റ് സൈഡിലും മിഡിൽ ഭാഗത്തെല്ലാം 2 സ്റ്റിച്ച് വീതമാണ്. ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഓരോന്നിൻ്റെ 4 ലൈൻ വീതമാണ് ചെയ്തിരിക്കുന്നത്. ഇത്രയും വലിപ്പം മതിയാകും നമ്മൾക്ക്. അപ്പോൾ നമ്മൾക്ക് ആ കളർ എടുത്ത് കാണാതിരിക്കണം എന്നുണ്ടെങ്കിൽ, നമുക്ക് കാണുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ 3.5 ഇഞ്ചിൻ്റെ ഉണ്ട് വീതിയുണ്ട്, അതൊന്ന് വിടർത്തി വെച്ച് കൊടുത്താൽ മതിയാകും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം. നമുക്ക് ഇതായിരിക്കും കൂടുതൽ ഭംഗി. അപ്പോൾ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് 2 സൈഡും ഒരേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. എല്ലാത്തരം ഫാബ്രിക്കിൽ ഇത് ചെയ്തെടുക്കാം നമുക്ക്. നല്ല ഭംഗിയാണ്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു.